കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പഴയ നിയമത്തിലെ തോബീത്തിൻ്റെ കുടുംബജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹപ്രദമാകാനുള്ള 12 കൽപ്പനകളെ നമുക്ക് ഈശോയുടെ മുമ്പിൽ നമുക്ക് ധ്യാനിക്കാം. തൻ്റെ മകനായ തോബിയാസിനോട് അപ്പനായ തോബീത്ത് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് നമുക്ക് 12 കൽപ്പനകളായിട്ട് പഴയ നിയമത്തിലെ ഉപദേശങ്ങളെ സ്വീകരിച്ച് വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്നതാണെങ്കിൽ പോലും അത് നമ്മൾ ഗൗരവത്തോടെ സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾക്കത് വലിയ അനുഗ്രഹമായി മാറും, വലിയ കൃപയായി മാറുമെന്ന് തോബീത്തിൻ്റെയും തോബിയാസിൻ്റെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. തോബീത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ 12 കൽപ്പനകളെ നമ്മൾ കാണുക. തോബീത്ത് മകനായ തോബിയാസിന് കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഉപദേശം, കുടുംബം അനുഗ്രഹീതമാകാനായി കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ഉപദേശം, മാതാപിതാക്കളോടുള്ള മക്കളുടെ കടമയെ ഓർമ്മിപ്പിക്കുന്ന നിർദ്ദേശമാണ്. തോബീത്ത് 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. പലപ്പോഴും നമ്മൾ ഈ വാക്യത്തെ ധ്യാനിക്കുമ്പോൾ അപ്പനെ മാന്യമായി സംസ്കരിക്കുക എന്നുള്ളൊരു ബാഹ്യമായ അർത്ഥം മാത്രമാണ് ചിന്തിക്കുക. പക്ഷെ ഇതിൽ തോബീത്ത് തോബിയാസിനോട് പറയുന്ന മനോഹരമായൊരു ഉൾക്കാഴ്ച ഇതാണ്: അപ്പൻ്റെ വാർദ്ധക്യകാലത്ത്, മരണസമയത്ത് ശാന്തതയോടെ സമാധാനത്തോടെ സ്വസ്ഥമായി മരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ഓരോ മക്കളുടെയും കടമയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മുടെ പിതാവിനോടുള്ള കടമ, ആ കടമ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു കടമയാണ്. ശാന്തമായി സ്വസ്ഥമായി ഭൂമിയിൽ നിന്നും കടന്നു പോകുവാനായിട്ട് സ്വന്തം പിതാവിനെ സഹായിക്കുക എന്നുള്ളത് ഏതൊരു മകൻ്റെയും മകളുടെയും കടമയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് മനോഹരമായി പ്രഭാഷകൻ വിവരിക്കുന്ന ഭാഗമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 2, 3, 5 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. 3-ാം വാക്യം: പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. 5-ാം വാക്യം: പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. 6-ാം വാക്യം: പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. 8-ാം വാക്യം: പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. 9-ാം വാക്യം: പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. 11-ാം വാക്യം: പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. 12-ാം വാക്യം: മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. 14-ാം വാക്യം: പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല, പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. 16: പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. എന്ന് പറഞ്ഞവർ ഏറ്റവും മനോഹരമായി ഒരു പിതാവിനോടുള്ള കടമകൾ എങ്ങനെ നിർവഹിക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹുമാനിക്കുക എന്നുള്ള കടമയാണ്. പിതാവിനെ ബഹുമാനിക്കുക, ആ ബഹുമാനത്തിലൂടെ ഒരു മകന് മകൾക്ക് കൈവരാവുന്ന അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 1-ാമത്തെ കൽപ്പനയായി ഇതാ തോബിയാസിന് കൊടുക്കുന്ന കാര്യം, പിതാവിനെ നീ സംസ്കരിക്കണം, പിതാവിനെ മാന്യമായി ജീവിക്കുവാനായിട്ട് നീ സഹായിക്കണം,
പിതാവിനെ ബഹുമാനിച്ച് നിന്റെ ജീവിതത്തിൻ്റെ കടങ്ങളെയും പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തമായത് മാറുമെന്ന് വളരെ വ്യക്തമായി ഇതാ തോബീത്ത് മകനെ പഠിപ്പിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഒന്നാമത്തെ കൽപ്പനയായ പിതാവിനെ ബഹുമാനിക്കണം, പിതാവിനെ മാന്യമായി സംസ്കരിക്കണം എന്നർത്ഥമാണ് അതിൻ്റെ ആ ബഹുമാനിക്കണം എന്നുള്ള വാക്ക്, ആ സംസ്കരിക്കണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ബഹുമാനിക്കണം എന്നുള്ള ആഴമേറിയ ഒരു അർത്ഥത്തിലേക്കാണ് നയിക്കുന്നത്. ഒരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമയിൽ പിതാവിനോടുള്ള എൻ്റെ ആദരവ്, പിതാവിനോടുള്ള എൻ്റെ ബഹുമാനം മാന്യമായി ഭൂമിയിൽ നിന്നും കടന്നു പോകുവാൻ, വാർദ്ധക്യകാലത്ത് അവരുടെ ജീവിതത്തിന് സംരക്ഷണം കൊടുക്കുവാൻ ഞാൻ മാറ്റിവെക്കുന്ന ഓരോ സമയവും, മാറ്റിവെക്കുന്ന ഓരോ എൻ്റെ ജീവിതത്തിൻ്റെ ആ നന്മകളും, ഞാൻ മാറ്റിവെക്കുന്ന ഓരോ സമയവും പ്രത്യേകമായിട്ട് അത് വലിയ കൃപയായി, അനുഗ്രഹമായി കുടുംബത്തിന് കടന്നു വരുമെന്ന് ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. നമുക്ക് ഈശോയുടെ മുമ്പിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കുടുംബാനുഗ്രഹത്തിന് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ തോബീത്തിൻ്റെ ജീവിതത്തിൻ്റെ, തോബീത്ത് കുടുംബത്തിൻ്റെ ജീവിതത്തിൽ തോബിയാസിന് കൊടുക്കുന്ന ആ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹമായി തീരുവാനായിട്ട് കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചാലും, ദിവ്യകാരുണ്യ ഈശോനാഥ ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ കൃപയും അനുഗ്രഹം സമൃദ്ധമായിട്ട് വർഷിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം, ആ വിരൽ തുമ്പൊന്നു തൊട്ടാൽ ശാന്തമായി തീരുമെന്നുള്ളം, ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം, ആ സ്നേഹനയനം പതിഞ്ഞ തൂമഞ്ഞു പോലാവുമെൻ ഹൃദയം. ഈശോ നീ വന്നിടണേ, മുറിവുണക്കിടണമേ, സ്നേഹത്തിൻ തൈലം പൂശി എന്നെ കഴുകണമേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.